ഒരെണ്ണെങ്കിലും ബാക്കി വെക്കണേ. രണ്ടെണ്ണം എടുത്തോണ്ട് പോയതാരാ? ആരാടി ഇത് എഴുതിയത്? ഞാനാ. നിനക്കിട്ടുള്ളതേ ഞാൻ തന്നേക്കാട്ട് അപ്പുറത്തേക്ക് ഇറങ്ങി വാ. ആരാ പോലീസ്? ആരാ? ആരാ? ഞാനാ. അത് പറഞ്ഞൂടെ? മിണ്ടായിരിക്കണ എന്ത്? മിണ്ടാണ്ടിരുന്നല്ലോ. ഒബ്സർവ് ചെയ്യാൻ സയന്റിസ്റ്റോ? അയ്യോ അയ്യോ ഒന്ന് ചൊറിഞ്ഞു തരുമോ? കോമഡി കൊണ്ട് അറിയിക്കാം. ചിലരുടെയൊക്കെ കളി കണ്ടിട്ട് എനിക്കൊരാളെ സംശയം തോന്നുന്നുണ്ട്. ഞാനങ്ങനെ ഒന്ന് പോയിടുത്തോണ്ട്. ഞാൻ അല്ലേ അല്ല. എന്നാ നീ തന്നെ കള്ളൻ. എടിപ്പൊട്ടി കള്ളനല്ല കള്ളി. ഉറപ്പിച്ചോ? ആ ഉറപ്പിച്ച്. കൺഫേം ആണ്. രാജാവ്. ഞാനാ കള്ളൻ. ഇവളെന്റെ ലിസ്റ്റിലേ ഉണ്ടായിരുന്നില്ല. എടാ നീ ആരാടെ? മന്ത്രി. ചാരോ? ശരിക്കും ഞാൻ രാജ്ഞിയാണ്. ഏതോ തലയ്ക്ക് സുഖമില്ലാത്തവരുടെ എഴുതി വെച്ചാണ്ടാ രാജാവിന്റെ സെറ്റപ്പ്. രാജാവിന്റെ സെറ്റപ്പ് ഇങ്ങോട്ട് അടുത്തോന്നിരിക്കുക. രാജാവിന്റെ ആരോഗ്യത്തിന് നല്ലതേ രാജാവിന്റെ സെറ്റപ്പ് അങ്ങ് ഇവിടെ തന്നെ ഇരിക്കുന്ന കേട്ടല്ല. അങ്ങോട്ട് ബോധിച്ചില്ലെന്ന് തോന്നുന്നു. എടി മൊത്തത്തിൽ തലതിരിഞ്ഞിരിക്കുക. അതിങ്ങനെ ഇടക്കിടക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ലട്ടാ. എന്റെ ചാരു ഒരു കളിയിൽ ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ? നിനക്ക് മാത്രം ഇഷ്ടപ്പെടുത്തുള്ളൂ. ഇവൾമാർക്കൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ. നല്ലതാ രാജാവിന്റെ സെറ്റപ്പ് കഴിച്ചോ? അതെ അതെ, ഒരേ വേവ് ലെങ്ത് ഉള്ള ആൾക്കാർ എപ്പോഴും അങ്ങനെയാ. മാറ്റി എഴുതടി. എനിക്ക് രാജ്ഞി എഴുതി അറിയത്തില്ല, അതുകൊണ്ടാണ് എഴുതിയത് ഇങ്ങനെ. സൗകര്യം ഞാൻ മാറ്റി എഴുതിയ പോലും അവളുടെ സെറ്റപ്പ് ഉണ്ടാവും. ഇപ്പൊ ശരിയാക്കി തരാൻ മോളെ. എന്താ നീ ഇല്ല, ഞാൻ നിന്നെ എഴുതിപ്പിക്കും മോളെ. നീയല്ലേ എഴുതി വെച്ചത്. എഴുതടി രാജ്ഞി. രാജ്ഞിയുടെ സ്പെല്ലിംഗ് എന്താ? രാജ്ഞി. അയ്യോ ഞാൻ തന്നെ എഴുതണായിരുന്നു. ഇതൊക്കെ മതി. ഇത് രാജ്ഞി പറഞ്ഞത്. രാജ്ഞിയല്ലേ? മറ്റേ സാധനം എടുത്തോളാ. അതിന് അടുത്ത റൗണ്ട് വിളിക്കാം വേഗം. എഴുതിയില്ല. എത്ര രൂപയെന്ന് എഴുതിയില്ല. അത് നമുക്കറിയാലോ പോയിന്റ്സ്. പോയിന്റ്സ് ചെയ്തിട്ടെ. ആർക്കൊക്കെ എന്തൊക്കെയാ? രാജാവ് 1000. രാജാവിന്റെ സെറ്റപ്പിന് 900. മന്ത്രി എത്രയാ? 500. എഴുത്. അത് കൊള്ളാം. രാജാവിന്റെ സെറ്റപ്പിന് മന്ത്രിനെക്കാട് കാശാണല്ലോ. പിന്നെ രാജാവിന്റെ സെറ്റപ്പ് എന്ന് വെച്ചാൽ വെറുതെ ആണോ? മന്ത്രിനെക്കാളും വില ഉണ്ട്. രാജ്ഞി. കള്ളം പിന്നെ 0 ആണല്ലോ. പോലീസിന് 100. അടുത്ത റൗണ്ട് കളിക്കാം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇത് മറ്റേ കഴിക്കാനുള്ള സാധനമൊന്നുമല്ല ആക്രാന്തത്തിൽ എടുത്തോണ്ട് പോകാൻ. ഇട്ട് സമാധാനത്തിൽ ഓരോരുത്തർ എടുത്താൽ മതി. പിന്നെ അങ്ങനത്തെ റൂളൊന്നും ഇല്ല. വെറുതെ ആദ്യം കിട്ടുന്നവർക്ക് ആദ്യം എടുക്കാം. കളി അലമ്പ് കാണിക്കാതെ കളിക്ക്. അതെ. എനിക്ക് ഇടാൻ പേടിയാണ്. എല്ലാത്തിനും തിന്നണ പോലെ ഇരിക്കുന്നത്. കള്ളക്കളി കളിക്കാൻ നോക്കരുത്. നീ 2 എടുത്തോണ്ടോ ഞാൻ കണ്ടു. കണ്ണു അറിയാതെ വന്നപ്പോ ഞാൻ ഒരെണ്ണം സത്യസന്ധമായിട്ട് തിരിച്ചിട്ടതാ. എന്തായാലും ഇനി കറണ്ട് വന്നിട്ട് കളിച്ചാൽ മതി. അത് ഇനി ഒന്നെന്ന് റീപ്ലേ ചെയ്താൽ മതി. അതിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ? ഉണ്ട്. ഈ കറണ്ട് ഇപ്പൊ വരൂലേ? ഇടാം. ഈ പെണ്ണ് ഭ്രാന്താണ്. എന്താണ്? ചരു പാമ്പാണ്. സൂക്ഷിച്ച്. ഇവിടെ എന്തേലും ചരു പതിയ. ഇതിന്റെ അകത്താന്നല്ലേ പറഞ്ഞേ? പതിയ. ഞാൻ ഒരു ധൈര്യത്തിന് അമ്മാവനെ വിളിച്ചതല്ലേ. കൊത്താതിരിക്കാൻ വേണ്ടി അമ്മാവനെ വിളിച്ചേ. സത്യം പറഞ്ഞു. ഞാനിത് പാമ്പിനെ കണ്ടടേ. എന്റെ വാല് ഞാൻ കണ്ട്. ഇത് പാമ്പായിരിക്കത്തില്ല, പാവാടയുടെ വള്ളിയായിരിക്കും പെണ്ണേ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എല്ലാവരും കൂടി ഒരു മയത്തിൽ പോയി നോക്കിട്ട് വരാം. വേണോ? വേണ്ടീ. ചൂല്. എന്താ വിളിച്ചേ?
അടിയില് ബെഡ്ഷീറ്റ് അടിയില്. അയ്യോ പേടിക്കണ്ട പേടിക്കണ്ട. എവിടെ? ബെഡ്ഷീറ്റ് അടിയില് ആ സൂക്ഷിച്ച് പാമ്പ്. എല്ലാരും ഇറങ്ങ. ആള് കൂടെ പാമ്പ് ചാവില്ല. ഞാൻ അമ്മാവനെ ഹെൽപ്പ് ചെയ്യാം. വേണ്ട വേണ്ട മോള് വേണ്ട മോള് വെക്കാം. ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം. പോ. വേണ്ട പോ. അമ്മേ ഞാൻ പേടിച്ചില്ല. എന്തിനാ അമ്മാവി കിടന്ന് ഒച്ച വെച്ചിട്ടോ? ഇപ്പൊ പാമ്പും പേടിച്ചിട്ടുണ്ടാവും, അമ്മാവൻ പേടിച്ചു, ഞങ്ങളും പേടിച്ചില്ലേ? അത് പിന്നെ കറണ്ട് പോയപ്പോഴേ നിങ്ങൾ പേടിക്കോ എന്ന് വിചാരിച്ചിട്ട് ഓടി വന്നാണ്. മനുഷ്യനെ കൂടെ പേടിപ്പിക്കുമല്ലോ. അല്ല അമ്മാവൻ പാമ്പിനെ കണ്ടായിരുന്നു അവിടെ? അതെ ഞാൻ പാമ്പിനെ കണ്ട്. പാമ്പിനെ ഇങ്ങനെ ഞാൻ പിടിക്കാൻ വേണ്ടി പോയപ്പോ കറണ്ട് പോയി. കറണ്ട് പോയി പിന്നെ പാമ്പിനെ പിടിക്കാൻ പറ്റൂലല്ലോ. അതേ അമ്മാവ ഇപ്പഴാണ് കറണ്ട് പോയി വന്നിരിക്കട്ടെ, ഞങ്ങൾക്ക് പേടിയാവുക. അത് തന്നെ. ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നാളെ രാവിലെ ഒരു പാമ്പ് പിടുത്തക്കാരനെ വിളിച്ചോണ്ട് വന്നിട്ട് പിടിക്കാം. എന്തിന് രാവിലെ ഇപ്പൊ തന്നെ വിളിച്ചൂടെ പാമ്പുടത്തക്കാരന്? അതെ ഈ 11 മണിക്ക് ഏത് പാമ്പ് പിടുത്തക്കാരനെ കിട്ടായി. അതുമല്ല ഞാൻ പാമ്പിനെ പിടിക്കുമായിരുന്നു. ഈ കറണ്ട് ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നോണ്ട് ആണ് എനിക്ക് പ്രശ്നം. അതായത് ഞാൻ ഇങ്ങനെ പാമ്പിനെ പിടിക്കാൻ പോയി വരുമ്പോ വീണ്ടും കറണ്ട് പോയാ അത് കൊത്തൂലേ? എനിക്ക് കണ്ണ് കണ്ടുകൂടല്ലോ, അതിനെ കാണാം കണ്ണ്. തൽക്കാലം ആരെങ്കിലും വിളിക്ക്, പാമ്പിനെ പിടിക്കണ്ട, നമുക്ക് ഇവിടെ കിടന്ന് ഇറങ്ങാനുള്ളതല്ലേ. എന്റെ പൊന്നു പോലെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആരെങ്കിലും വിളിച്ച് കയറ്റാൻ പറ്റിയ സ്ഥലമാണ് ഇത്. ഇതൊരു ലേഡീസ് ഹോസ്റ്റലല്ലേ? ഭരണമാര് എങ്ങനെ ഉള്ളമാരാണെന്ന് എനിക്കറിയാം. എങ്ങനെ അറിയാം? പിന്നെ പാമ്പ് ലേഡി ഹോസ്റ്റലൊക്കെ പറഞ്ഞിട്ടാണ് വിചാരിച്ച് കയറിയത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ? ഞാൻ ഡോർ അടച്ചിട്ടുണ്ട്. അടച്ചാ? അടിച്ചില്ലേ? അയ്യോ അടച്ചില്ല. കറണ്ടുമില്ല കണ്ടും കൂടെ. നിങ്ങള് ജനലൊക്കെ അടച്ചിട്ടുണ്ടല്ലോ. അത് ഓൾറെഡി പൂട്ടിയാ കിടക്കുന്നത്. അമ്മ നമുക്ക് എങ്ങനെയും പാമ്പ് പിടുത്തക്കാരനെ വിളിക്കാം. നാളെ രാവിലെ വിളിക്കാം. എന്നാ നാട്ടുകാരെങ്കിലും വിളിച്ചു കൂട്ട്. എന്റെ പൊന്നു മക്കളെ, ഇത് എത്ര പ്രാവശ്യം ഞാൻ പറയണം. ഇത് ചുമ്മാ ഉള്ളൊരു വീടാണ്. അത് ലേഡീസ് ഹോസ്റ്റലല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വർണ്ണവന്മാർ എങ്ങനെ ഉള്ളവന്മാരെന്ന് അറിഞ്ഞാൽ എന്ത് ചെയ്യും ഞാൻ? അവസാനം എന്റെ കയ്യിൽ നിൽക്കൂല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാരും കൂടി നിങ്ങളെ റൂമിൽ കിടത്തേക്ക്. വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ മുറി കയറാൻ പേടിയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി താഴെ കിടക്കാം, ഹോളിൽ കിടക്കാം. അങ്ങനെയെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. അത് നല്ലൊരു തീരുമാനമാണ്. രാവിലെ തന്നെ വിളിച്ചോളൂട്ടോ മറ്റേ പാമ്പാട്ടീന്. നേരം വെളുത്തോറിനെ പാമ്പാട്ടി വിളിച്ചോ തൂക്കിയെടുത്തോട്ട് പോകും. ഓക്കെ ഓ മാഡം ഇവിടെ ഇല്ലല്ലോ, നമുക്ക് മാഡത്തിന്റെ മുറി കിടന്നാലോ? ഓ അതിലും ഭേദം പാമ്പ് കടിയേറ്റ് മരിക്കുന്നതാ. എന്താടി അവർക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തൊന്നും. അത് മോള് പറഞ്ഞ ശരിയാണ്. ഒരു കാര്യം അവിടെ കിടക്കാം, ഹാളിൽ കിടക്കാം എല്ലാവരും. എന്നൊരു കാര്യം, അമ്മ മുന്നേ നടക്കാം, ഞങ്ങള് പുറകെ വരാം. എനിക്ക് പേടിയൊന്നുമില്ല. പേടിയില്ലല്ലോ. ഭയങ്കര ധൈര്യം തന്നെ. കാല് പൊക്കി വെച്ചോ ചാരു, അതാകുമ്പോ കടിക്കൂല പാമ്പ്. മക്കളെ ഇനി നിങ്ങളെ ധൈര്യമാറ്റി ഉറങ്ങിക്കോ. ഒരു പാമ്പും ഈ വീട്ടിൽ നിൽക്കരുത്. അതിനുള്ള പൊടിക്കൊക്കെ അമ്മാവൻ ചെയ്തിട്ടുണ്ട്. അയ്യോ മോനെ ഉറക്കം വന്നുണ്ട, അമ്മ പോയി കിടന്നു. അതങ്ങനെ ശരിയാവും. നിങ്ങളെങ്ങനെ ഇരിക്കുമ്പോ ഞാൻ അങ്ങനെ പോയി കിടക്കാൻ പറ്റും? അതിനിപ്പോ ഞങ്ങൾ ഓക്കെ അമ്മാവാ. അതൊന്നും ശരിയാവൂല. അയ്യോ അമ്മാവൻ ഉറങ്ങിക്കോ. പാമ്പ് എങ്ങനെ അകത്ത് വന്നല്ലേ? അതിന് പ്രത്യേക ഇൻവിറ്റേഷൻ ഒന്നും കൊടുക്കണ്ട, അതങ്ങ് കയറി വന്നോളൂ അല്ലേ? അല്ല ഫയർഫോഴ്സിനെ വിളിച്ചാലോ? എന്തിന് ഈ ചെറിയ കാര്യത്തിനാ? ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്തോന്ന് മോളെ നീ പറയണത്? പണ്ട് നാട്ടിലെ ഓരോ വീട്ടിൽ പാമ്പ് കയറി കഴിഞ്ഞാൽ ഞാനാണ് ജയ എവിടെയെന്ന് ചോദിക്കും. ജയ എവിടെ പോകും? ഇങ്ങനെ ഒരു പൂച്ച കുഞ്ഞിനെടുത്ത് എറിയുമ്പോഴാണ് ഞാൻ പാമ്പിനെടുത്ത് എറിയുന്നത്. ആ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പാമ്പായിരുന്നു അമ്മാവൻ. കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, കുറച്ച് കൂടുന്നുണ്ട്. അമ്മാവാ പോയി കിടന്നു. അത് കുഴപ്പമില്ല മോളെ, നിങ്ങൾ കിടന്നോ. അമ്മാവ പാമ്പിന് വലിയ വിഷം കാണൂലായിരിക്കും അല്ലേ? അതിപ്പം പാമ്പിനെ കണ്ടാലേ പറയാൻ പറ്റില്ല. എന്തായാലും നാളെ രാവിലെ ആവട്ടെ, അതിന്റെ ഫുൾ ജാതകം ഞാൻ എടുത്താൽ കിട്ടിയത്. അല്ല അപ്പം മാഡത്തിനെ അറിയിക്കണ്ട നമുക്ക്?
എന്തോന്ന് ടീന മോളെ ഇത്? ഈ ചെറിയ കാര്യത്തിനൊക്കെ മേഡത്തിനെ വിളിച്ച് പറഞ്ഞിട്ട് അവരെ ഉറക്കം കൂടെ കെടുത്തണോ? അവരും കൂടെ ടെൻഷൻ ആവൂലേ? ഇത് ഞാൻ ഇവിടെ ഇല്ലേ? അതിനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്? അമ്മാവന് ഇതൊക്കെ ഇപ്പൊ പാമ്പ് വരാണ്ടിരിക്കാനുള്ള പൊടിക്കയൊക്കെ ഇപ്പൊ ഇട്ടിട്ടില്ലേ? അപ്പൊ എന്തായാലും ഇനി അത് വരാൻ പോണില്ല. ഡോർ അടച്ചിട്ടില്ലേ? ഡോറൊക്കെ അടച്ചു. അപ്പൊ അമ്മാവൻ ധൈര്യമായിട്ട് പോയി കിടന്നോ, ഞങ്ങള് കിടന്നോളാം. പോട്ടാ, കുഴപ്പമില്ല. ഇല്ല, ഞങ്ങൾ ഇത്രയും പേരില്ലേ, പൊക്കോ. എന്നാ ശരി, നിങ്ങൾ കിടന്നോ. ഗുഡ് നൈറ്റ് അമ്മ. ഗുഡ് നൈറ്റ്. അതെ, ഞാനും നിങ്ങളുടെ ഇവിടെ കിടന്നോട്ടെ. നീ കിടന്നോ. ഇവിടെ എനിക്ക് ഒറ്റക്ക് കിടക്കാൻ പേടിയായിട്ടാ. എന്ത് പേടിയാണ് എനിക്ക്. എന്നെ ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാവോ? കിടന്നോലോ നമുക്ക്. കിടക്കാം, ഉറക്കം വരുന്നടി. അമ്മേ, കിടക്കാൻ കൊടുക്കും. നീ ഇതാരാലിച്ചിരിക്കുക കിടക്കുന്നതായിരിക്കുമല്ലേ? കെട്ടിപ്പിടിക്കാം. നിനക്ക് ഇത്ര പേടിയാണോ? പേടി ഇനി വല്ല രാജവമ്പാലായിരിക്കും. പിന്നെ അതിനുള്ള സ്റ്റാൻഡേർഡ് ഒന്നും നമ്മുടെ റൂമിൽ ഇല്ല. എടി പണ്ട് എന്റെ വീട്ടിൽ രാജഗോപാലം വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറെ കഴിയുമ്പോ അത് താനം കറങ്ങി പോയി. അത് നിന്നെ കണ്ട് പേടിച്ചോടിയതായിരിക്കും. ഇതിന്റെ കുഴപ്പം. പിന്നെ ചാരു, നമുക്ക് ഇന്നത്തെ കളിയുടെ ബാക്കി നാളെ കളിക്കാട്ടാ. ഞാൻ വല്ല പറയൂട്ടാ. പിന്നെ ഒരു കാര്യം തുടങ്ങി വെച്ചാൽ അതിനൊരു കൊടുക്കുകയൊക്കെ വേണ്ടേ? കിടന്നോളി. നാളത്തെ കളി. അയ്യോ, കടപ്പുണ്ട്. ദിവ്യേ, ദിവ്യേ, അമ്മേ, ചാരു, ചാരു, എന്താടി? എണീക്കടി. എന്തിനാ? എടീ, ദിവ്യ. ദിവ്യ എവിടെ? ഇങ്ങോട്ട് എണീറ്റൊരു കാര്യം പറയാനുണ്ടോ? നോക്കിക്കേ ചാരു, ഇതെന്തത്? ഇത് പാമ്പ് കടിച്ചല്ലേ? അയ്യോ, എടി പാമ്പ് കടിച്ച ആണോ തോന്നണേ? വിളിച്ചു നോക്ക്. ദിവ്യേ, എടി ദിവ്യ, ദിവ്യ, എടി എടി ദിവ്യ, എടി എണീക്ക്, എടി എണീക്ക്, 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 എടി എണീക്ക്. എന്തുവാ? എന്താ? എടി അവള് വിളിച്ചിട്ട് എനിക്കുള്ളത് കാലാണെ പാടും കാണുന്നു. എടി നിങ്ങൾ ഇങ്ങനെ വിളിച്ച അവളെ എണീക്കത്തില്ല. ദിവ്യേ, 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 എന്തുവാട് ഈ പിശാചിനെ ഇങ്ങനെയൊക്കെ വിളിച്ചാലേ പോത്ത് എണീക്കത്തുള്ളൂ. എടി, നിന്നെ പാമ്പ് അടിച്ചതോ? നോക്ക്, എന്നെ പാമ്പ് അടിച്ച. അയ്യോ അയ്യോ, ഞാൻ ചത്തോടി. എനിക്കൊന്നും വേണ്ട. നീ എഴുന്നേറ്റ്, നീ എഴുന്നേറ്റ്, എഴുന്നേറ്റ്, എഴുന്നേറ്റ്. പേടിക്കണ്ട, ചിലപ്പോ ചത്തോന്നുള്ളടി. ചുമ്മാ ഇരിക്കടി. പാമ്പ് അടിക്കുന്ന പാമ്പ് അടിച്ചേ. ഞാൻ ചത്തോടി. ഒന്നുമില്ല. ഇത് പാമ്പ് കടിച്ചതായിട്ട് തോന്നണില്ല. അമ്മാവ, സ്റ്റെഫി പറഞ്ഞത് പാമ്പ് കടിച്ച തന്നെയാന്നാ. സ്റ്റെഫി ആര്? പാമ്പ് പിടുത്തക്കാരൻ്റെ മോളാ. അവളങ്ങനെ പലതും പറയും. എന്റെ പൊന്നു ചേട്ടാ, ഇത്രയും വലിയ സംഭവം നടന്നു, നിങ്ങൾ എന്നോട് ഒരു വാക്ക് പറഞ്ഞോ? അയ്യോ ക്ഷമിക്കണം, അറിഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഒന്ന് നീയും കൂടെ പേടിക്കാനില്ലേ? മര്യാദയ്ക്കിരിക്കോ? പൊന്നു ചേട്ടാ, പിള്ളേർക്ക് ഞാൻ കൂട്ടി നടക്കത്തില്ലായിരുന്നു. ഈ പിള്ളേർ പേടിച്ചു കാണും. അത് സാരില്ല രുക്കു, കുഴപ്പമില്ല. പാമ്പാണെങ്കിൽ 2 പല്ല് താന്നതിന്റെ ലക്ഷണം ഉണ്ടാകും. പക്ഷെ ഇത് അതില്ല. ഇതാണ്ട് ഒരിടം എന്തോ കൊണ്ടിക്കുന്നു. അതിന്റെ അടുത്തുകൂടി ഇതുപൂരെ രക്തം ഇങ്ങനെ പൊടിഞ്ഞിറങ്ങിയിരിക്കുന്നതാണ്. അത്രേ ഉള്ളു. അതുകൊണ്ട് പാമ്പല്ല. പ്രായമായി കണ്ണ് കാണത്തില്ലെങ്കിൽ അതങ്ങ് സമ്മതിക്കണം. ഇത് പല്ലിന്റെ പാടല്ലാതെ പിന്നെ എല്ലിന്റെ പാടാണോ കിടക്കണേ? എടി അത് തന്നെ പറഞ്ഞത്, എന്തോ കൊണ്ടത് ഇവിടെ പല്ലായത്. എന്റെ അമ്മാവ ഇതേതോ പ്രായമായ പാമ്പങ്ങാണ്ടാണ് കടിച്ചേക്കണേ. അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കണത്. അല്ലെങ്കിൽ ഇവളിപ്പോഴും ജീവനോട് ഇരിക്കുവോ? എങ്ങ് പാമ്പ് അല്ലായിരുന്നു ഇവള് സ്പോട്ടിൽ തട്ടിപ്പോകത്തില്ലായിരുന്നോ? ആ സത്യം. അല്ല ഇതെന്തോന്നത്? എങ്ങ പാമ്പ്? പ്രായമായ പാമ്പ് ആന്ന്. പ്രായമായതിന് വീര്യം കുറവല്ലേ, വിഷം കുറവല്ലേ? എന്റെ കൊച്ച, നീ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് തലയിൽ നന്നായിട്ട് കഴുകി കുളി. അമ്മ ഒരു കാര്യം ചെയ്യും, ഇവിടെ നമുക്ക് ആശുപത്രിയിലോട്ട് പോവാം. എന്നാ അങ്ങനെ ചെയ്യാം. അത് വീണ്ടും അവിടെ നിന്നും പോയി. പാമ്പാണെങ്കിൽ ആശുപത്രി പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ പാമ്പ് പിടിക്കാരനെ നോക്കണം അല്ലേ? അത് ഞാൻ വിളിച്ചോളാം, പോരെ? മോളെ, എന്തോ
ഇത് കുറച്ച് വെള്ളം എടുത്തോടാ ദേ. എടി, വെള്ളം ഒഴിക്കടി. മോളെ. എടി, മക്കളെ. ഒഴിക്കടി. മക്കളെ. അമ്മാവ ഞാനിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം കൊണ്ടുപോവാ. വാ. മാറി നീ അങ്ങോട്ടേക്ക് കയറി പോണത് അമ്മാവ ഞാൻ വരാം ഹോസ്പിറ്റലില്. വേണ്ട നീ ഇവിടെ നില്ലേ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഇവിടെ നിൽക്കണം അയ്യോ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ അമ്മവാ. എന്റെ പൊന്നോ നിന്റെ ഉത്തരവാദിത്തം ഞാൻ കുറെ ദിവസം കൊണ്ട് കാണും മോളെ നീ കയറി. അമ്മാവ എത്തിയിട്ട് വിവരം വിളിച്ചു. അതൊക്കെ ഞാൻ പറയാം പിന്നെ ആ പാമ്പ് പിടുത്തക്കാരനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ റൂം എല്ലാം കാണിച്ചു ഞാൻ നോക്കിക്കോളാം. പോണേ ഞാൻ പിടിക്കാം ഓ വേണ്ട വണ്ടി ഓടിച്ചാൽ മതി പൊയ്ക്കോ ഓക്കെ മക്കളെ നമ്മുടെ അതിഥിയെ ആരെയാ കണ്ടത്? ഇവിടെ ആരും അതിഥികളില്ല, ഇവിടെ ഉള്ളതല്ല ഇവിടെ താമസിക്കുന്നവരാ. അദ്ദേഹത്തെ ഐ മീൻസ് പാമ്പ്. പാമ്പിനെ ആദ്യം കണ്ടവളിപ്പോ കടിച്ച് ആശുപത്രി കിടക്കുക. അവൻ കടിച്ചോ? ഇയാളുടെ വർത്താനം കിടക്കും നമ്മളത് കാമുകിനെ കൊണ്ട് വന്നു. കടിച്ചോട്ടാ അവളെ കൊണ്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിക്കുവാ. ഇവിടുത്തെ ഒരു ലക്ഷണം കണ്ടിട്ട് അവൻ പോയെന്നാ തോന്നണേ. ഏയ് അങ്ങനെ വരാൻ ഒരു ചാൻസ് ഇല്ല. ഞാൻ എല്ലാ പഴുതും അടച്ചേക്കും, ഇതിനകത്ത് തന്നെ കാണും. ചേട്ടാ ആ പുതപ്പിനടിയിലാ ഞങ്ങൾ കണ്ടത്. ഇതിലോ? ചേട്ടാ സൂക്ഷിക്കണേ. ഇറങ്ങ താണോ അമ്മാവ കൊറേ വിളിച്ചല്ലേ ഫോൺ എടുക്കാണ്ടിരുന്നെന്താ? എടി ധൃതിയിലോ ഇപ്പൊ ഫോൺ എടുക്കാൻ മറന്നു എടി. അത് പോട്ട് മകളെ പാമ്പ് പിടുത്തക്കാരൻ വന്നാ എന്നിട്ട് പിടിച്ചാ ആണാ എന്ത് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്തേ തല്ലിക്കൊന്നാ? കയ്യിലുണ്ട് ദേ, എന്നാ. അയ്യാ, പാമ്പ്. ഏയ്, ഇതെന്തോ? ഇതാണ് പാമ്പ്. അയ്യേ അയ്യേ എന്റെ അമ്മാവാ അതെ ഇത് ഇവളുടെ സാധനമാണ്, ഇവളുടെ ബെൽറ്റ് ആണ്. ഇവള് അവിടെ ഊരി ആ ബെഡിൽ ഇട്ടിരുന്ന ആ കറണ്ട് പോയ സമയത്ത് കറക്റ്റ് ഇത് ഇവളുടെ കാലിൽ കൊണ്ട് ഇവള് വിചാരിച്ചത് പാമ്പാന്ന്. ഇതാണോ നീ കണ്ട പാമ്പ്? നോക്കട്ടെ. ആ ഇത് തന്നെ ഞാൻ കണ്ട. ഇത് വിചാരിച്ച് വാലായിരിക്കും വിചാരിച്ചു. എന്തൊക്കെ പൊല്ലാപ്പ അവിടെ ഉണ്ടായത്. കൊന്നോണ്ടല്ലോ. അല്ല അമ്മാവ ഡോക്ടർ എന്താ പറഞ്ഞു? എന്നിട്ട് പറ ഡോക്ടർ പറഞ്ഞ എവിടെയെങ്കിലും കൂടെ തട്ടി മുറിഞ്ഞായിരിക്കും. മരുന്നൊന്നും വെച്ചില്ല, ചെറിയ മുറിവാ. ചെറിയ മുറിവാ അല്ലേ? അല്ലേ 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 പാമ്പ്.